അവർക്ക് സ്വാഗതം. ബബിതയും മനുവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു വാഗ്വാദമെന്ന്. അപ്പോൾ മനു പറയും ഞാൻ അവൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കായിരുന്നു എന്ന് പറയും. എന്നിട്ട് അങ്കിൾ എന്തൊക്കെയുണ്ട് വിശേഷം നോക്കി കേട്ടോ മനു ബാലേന്ദ്രനോട്. അപ്പം മനുവിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു മുഖവരെയൊന്നും വേണ്ട, നിനക്ക് പറയാനുള്ളത് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പറയട്ടെ നോക്കി കേട്ടോ മനു പറഞ്ഞോ എന്നറിയും. അപ്പോൾ ബാലേന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ആൻറ്റി നാളെ ഡിസ്ചാർജായി റെൻറ്റിന് ഇങ്ങനെ വീടെടുത്തിരിക്കുകയാണല്ലോ, അങ്ങോട്ടേക്ക് മാറാനാണ് പ്ലാൻ എന്ന് അറിയേ. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ആൻറ്റിക്ക് ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ നടക്കട്ടെ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ വീടെടുത്ത് മാറുകയാണെന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് താമസിച്ച് പഠിക്കട്ടെ എന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു അതല്ല എങ്കിലേ പ്രശ്നം, അച്ഛനും കൊച്ചച്ഛനും അങ്ങനെ ആൻറ്റീനെ റെൻറ്റിന് വീടെടുത്ത് താമസിക്കാൻ വിടില്ല, ബലമായിട്ട് ഇവിടെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് പ്ലാൻ എന്ന് പറയേ. അപ്പോൾ പൊന്നാങ്ങളമാർക്ക് അത്രയ്ക്കൊക്കെ ധൈര്യം വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനാണെങ്കിലും. അപ്പോൾ ആൻറ്റി എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ലല്ലോ എന്ന് മനു പറയുമ്പോൾ ആൻറ്റി എങ്ങനെ പെരുമാറുന്നല്ലല്ലോ നോക്കേണ്ടത്, ഞാൻ എങ്ങനെ പെരുമാറുന്നല്ലേ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ അങ്കിളിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ രണ്ട് കാര്യങ്ങൾ മാത്രം നടക്കില്ല, അലീനനെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമില്ല, അതുപോലെ തന്നെ വൈജയനെ ഞാൻ ഇനി ഒരിക്കലും ഭാര്യയായിട്ട് കാണുകയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ അങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവേ. ബാലേന്ദ്രൻ്റെ കാര്യം പറഞ്ഞിട്ട് പിന്നീട് മനും ബബിത അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് അലീനെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അലീന അങ്ങനെ വീടിൻ്റെ ബാക്കിൽ അലക്കുകല്ലിൽ അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മനു ചോദിക്കുന്നുണ്ട് അലീനേനെ കാണുമ്പോൾ ഈ വീട്ടിലൊന്നല്ലേ താമസം എന്ന്. അപ്പം മനുവേട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ അലക്കുകല്ലുമായിട്ട് ഇങ്ങനെ വീടിൻ്റെ ബാക്കിൽ കുസ്തി പിടിക്കുകയായിരുന്നു എന്ന് അറിയേ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ കേടായോ എന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഒരു കേടും ആയിട്ടില്ല, ഇതാ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ, ഇത് കറണ്ട് ഇല്ലെങ്കിലും ഓടുന്ന വാഷിംഗ് മെഷീനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കും ഇത് കൊടുക്കുന്നുണ്ടോ, നല്ല വില തരാമെന്ന് അറിയും കേട്ടോ. അപ്പോൾ അലീന പറയും അതൊക്കെ ഹൗസ് ഓണറോട് ചോദിക്കണം, ഹൗസ് ഓണർ നല്ല വില തന്ന് വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാമെന്നിങ്ങനെ പറയുകയും ചെയ്യും. എന്നിട്ട് പിന്നീട് ഇങ്ങനെ നീ മനുവിനോട് ചോദിക്കുന്നുണ്ട് അലീന മനുവേട്ടൻ എന്താ ജ്യൂസോ ചായയോ എന്താ എടുക്കേണ്ടത് കുടിക്കാനെന്ന് നോക്കുമ്പോൾ ഒന്നും വേണ്ട മോളെ, നീ ഒന്ന് ഇവിടെ ഇരിക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ബബിത അവിടെ നിന്ന് എണീക്കേ. അപ്പോൾ നീ എവിടെ പോകാമെന്ന് ചോദിക്കും മനു. അപ്പോൾ ഞാൻ എന്തിനാ വെറുതെ കട്ടുറുമ്പാവുന്നതെന്നാണ് കേട്ടോ ബബിത മനുവിനോട് പറയുന്നത്. അപ്പോൾ നീയും കൂടെ അവിടെ ഇരിക്കുക, നീയും കൂടെ വേണമെന്ന് പറയേ. അപ്പോൾ ബബിത അവിടെ തന്നെ ഇരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു നാളെ ആൻറ്റി ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന വീണ്ടും ഒരു സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ അതേ ഇങ്ങോട്ടേക്ക്, അതുപോലെ തന്നെ അച്ഛനും വല്യച്ഛനും എല്ലാവരും കൂടെ ആൻറ്റീനെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവിടാനാണ് പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ കാര്യം, ആങ്ങളമാർ പോയി കഴിയുമ്പോൾ മേഡം ഇവിടെ നിന്ന് പോകത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബബിതയെ അത് പറയൂ കേട്ടോ. അതേ അമ്മ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല, അമ്മ അങ്ങനെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് 3 മാസത്തെ വാടക അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്, അമ്മ എന്തായാലും പോകുന്നതായിട്ട് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അങ്കിളിൻ്റെ സ്റ്റാൻഡ് അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു, വരുന്നവർക്ക് വരാൻ പോകുന്നവർക്ക് പോവാം, അങ്ങനെയുള്ളൊരു സ്റ്റാൻഡാണ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ 4 മക്കളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ഇത് ആക്കി കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഇങ്ങോട്ടേക്ക് വന്നാൽ നിനക്കിങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുമോ, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ 4 പേര് ഒരുമിച്ച് നിന്നാൽ പിന്നെ അവർക്ക് വോയിസ് ഇല്ലല്ലോ, ചിലപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ശരിയായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നത് ശരിയാവത്തില്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിനക്ക് അമ്മയുടെ കൂടെ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് മനു ആണെങ്കിൽ എടുത്ത്. അപ്പോൾ ബബിത പറയും ഞാൻ പോവാതിരിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ അലീനയുടെ കൂടെ നിൽക്കണം എന്നാണ് മനു ബബിതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവളൊന്ന് ചെറുതായിട്ടൊന്ന് തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അലീനയും പറയുന്നുണ്ടായിരുന്നു നമുക്ക് നോക്കാം, എനിക്ക് പറ്റുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാം, എല്ലാവരും കൂടെ സഹകരിച്ച് നിന്നാൽ ചിലപ്പോൾ കാര്യം നടക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മനു അലീനയോട് പറയുന്നുണ്ടായിരുന്നു ആൻറ്റി 1 മില്ലിമീറ്റർ വിട്ട് തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ടിലൊരാൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയേക്കാന്ന് അലീന പറയുമ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ല അലീന എന്നാണ് കേട്ടോ മനു പറയുന്നത്. അപ്പോൾ എന്തായാലും അലീന എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തിനെയാണ് കാണിക്കുന്നത്. ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വൈജയന്തിനെ റൂമിലേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ നടക്കാനും നിൽക്കാനൊക്കെ ഒന്ന് ഇങ്ങനെ ശ്രമിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് പിടിക്കും കേട്ടോ. അപ്പോൾ നേഴ്സിനോട് പിടിക്കേണ്ട, ഞാൻ തനിയെ ഒന്ന് നിന്ന് നോക്കട്ടെ എന്ന് പറയും. അപ്പോൾ ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് നേഴ്സ് പറയുകയാണ്. അപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടാവും എന്നല്ല പറഞ്ഞത്, എനിക്ക് ബുദ്ധിമുട്ടാവും, നാളെ ഡിസ്ചാർജ് ആകുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ നേഴ്സ് അങ്ങ് വിടുവിട്ട കയ്യെ. എന്നിട്ട് തനിയെ നിൽക്കാനും ഇങ്ങനെ നടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നന്നായിട്ട് നിൽക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ വൈജയന്തിയുടെ മുഖത്തൊക്കെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ആ സമയത്ത് ആക്സിഡൻറ്റ് നടന്ന കാര്യങ്ങളൊക്കെ വൈജയന്തി ഇങ്ങനെ മനസ്സിലൂടെ ഒന്നിങ്ങനെ
ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടിയാണ് കേട്ടോ ഇങ്ങനെ വലിയൊരു ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തനിയെ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ പറ്റിയ ഒരു ആത്മവിശ്വാസമൊക്കെ വൈജയന്തിയുടെ മുഖത്ത് കാണാമായിരുന്നു കേട്ടോ. ഒരു ചെറിയ ചിരിയോട് കൂടിയാണ് ഇങ്ങനെ വൈജയന്തി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനും ഒക്കെ പറ്റുമെന്ന് മനസ്സിലായത് എൻ്റെ ആ ഒരു സന്തോഷമായിരിക്കാം മുഖത്ത് കാണിക്കുന്നത്. പിന്നീട് ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബ്രോക്കർ ഉണ്ടല്ലോ ബേബി, അയാൾ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ നഴ്സിനോട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ട് കേട്ടോ വൈജയന്തി. ബേബീനോടും അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്കിനി വൈകിക്കാനൊന്നും പറ്റില്ല, നാളെ ഡിസ്ചാർജ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബേബി ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റ തന്നെയാണ്. അപ്പോൾ വീടെല്ലാം വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ അവിടെ ചെന്ന് കയറി താമസിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കീയൊക്കെ കൊടുക്കും കേട്ടോ. കീയൊക്കെ കൊടുക്കുന്ന സമയത്ത് അതൊക്കെ വാങ്ങിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ വൈജയന്തി നിൽക്കുന്നത്. എന്നിട്ട് ബേബി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ആരെങ്കിലും ഇല്ലെങ്കിൽ തനിച്ച് അവിടെ താമസിക്കാൻ പറ്റില്ലേ എന്നൊക്കെയാണ് വൈജയന്തി തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ബേബി പറയും ഭർത്താവും മക്കളും ഇല്ലാതെ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതൊക്കെ എൻ്റെ കാര്യമാണ്, തനിച്ച് താമസിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ആണെങ്കിലും ബേബീനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ബേബി അവിടെ നിന്ന് പോകുമ്പോൾ ആ കീയും ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര ഒരു സന്തോഷത്തിലും ഒക്കെയാണ് കേട്ടോ വൈജയന്തി നിൽക്കുന്നത്. നാളെ വാടക വീട്ടിലേക്ക് മാറാനുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ആങ്ങളമാർ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഒപ്പിച്ചതൊന്നും വൈജയന്തിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വാടക വീടിൻ്റെ കീയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വൈജയന്തി. അത് കഴിഞ്ഞ് കൃഷ്ണമോളും അലീനയും കൂടെ രോഹത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഡോറിൻ്റെ ലോക്കെല്ലാം എടുത്തിട്ടുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ തട്ടി മുട്ടി വിളിക്കുകയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് കൃഷ്ണമോൾ പറയുന്നുണ്ട് ഇതാണ് നല്ലത്, അതാകുമ്പോൾ ഇങ്ങനെ മുട്ടി വിളിച്ച് കാത്ത് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അവർ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ അലീന കൊണ്ടുവച്ചിരുന്ന ഭക്ഷണമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല രോഹിത്. അപ്പോൾ കൃഷ്ണമോൾ അതൊക്കെ അലീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രോഹിത് ഇതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ അലീന കൃഷ്ണമോളോട് പറയും അതെല്ലാം തണുത്ത് കഴിഞ്ഞില്ലേ, ഇനി താഴേക്ക് എടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് അറിയും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കൃഷ്ണമോൾ അതെല്ലാം എടുത്ത് താഴേക്ക് പോകുന്ന സമയത്ത് അലീനയാണെങ്കിലും രോഹിത്തിനെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയാണ് കേട്ടോ. രോഹിത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ അലീനയുടെ കൈ തട്ടി മാറ്റുന്നുണ്ടായിരുന്നേ രോഹിത്. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ ആരാണെന്ന് വിചാരിച്ചിട്ടാണ്, ഞാൻ നിൻ്റെ സ്വന്തം ചേച്ചിയാണ്, നീ വേണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തി നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് കൈ തട്ടി മാറ്റിയാലും നീ ഒന്ന് ബലം പ്രയോഗിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും പിന്നീട് രോഹിത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പനിയാണ്. അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അച്ഛാ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രോഹിത്തിന് നല്ല പനിയുണ്ട്, അച്ഛനൊന്ന് തൊട്ട് നോക്കിക്കുകയെന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രനും തൊട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ ഡോക്ടറെ വിളിക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അലീനയാണെങ്കിലും ബാലേന്ദ്രനോട്. അപ്പോൾ രോഹിത്തിനോട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അറിയുമ്പോൾ പോകണ്ടെന്നാണ് കേട്ടോ രോഹിത് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയും അലീന. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും ഡോക്ടറെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നല്ല പനിയാണ്. അതുകൊണ്ട് തന്നെ അലീന ടവലൊക്കെ നനച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, രോഹിത്തിൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനാണെങ്കിൽ തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു എതിർപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അലീന ടവലൊക്കെ നനച്ചിട്ട് കൊടുക്കുമ്പോഴൊന്നും ഒന്നും ഒന്നുമില്ല കേട്ടോ, ദേഷ്യം കാണിക്കുന്നൊന്നുമില്ല, മര്യാദയ്ക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നേ. അലീന പൈപ്പിൽ നിന്നാണ് കേട്ടോ ടവൽ നനയ്ക്കുന്നത്. അപ്പോൾ പൈപ്പിലെ വെള്ളമൊക്കെ നല്ല ചൂടാണ്. അതുപോലെ തന്നെ രോഹിത്തിൻ്റെ നെറ്റിയിൽ ഒരു തവണ ടവലിട്ട് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് ഐസ് ക്യൂബ് എടുത്ത് കൊണ്ടുവരാനൊക്കെ പറയുന്നുണ്ട്. കൃഷ്ണമോൾ ഐസ് ക്യൂബൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ടവലിട്ട് വെച്ചിട്ട് അത് വീണ്ടും ഇങ്ങനെ രോഹിത്തിൻ്റെ നെറ്റിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഡോക്ടറെയും കൂട്ടി വരുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ട്രിപ്പ് ഇടേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ, അതെടുക്കാൻ മറന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാമെന്നും പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അങ്ങനെ പിന്നെ അവർ വന്നിട്ട് അലീനയാണെങ്കിലും ആകെ ടെൻഷനോട് കൂടിയാണ് കേട്ടോ രോഹിത്തിൻ്റെ അടുത്തിരിക്കുന്നത്. നല്ല പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ വരുന്ന സമയത്ത് അലീന ബെഡിൽ നിന്ന് അങ്ങ് എണീക്കും. പിന്നീട് ഡോക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട് വൈറൽ ഫീവറാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും അത് പേഷ്യൻറ്റിന് ഇഷ്ടമല്ല, ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നാണ് കേട്ടോ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാം, എന്നിട്ട് ആൻറ്റിബയോട്ടിക് തരാം, നന്നായിട്ട് ശ്രദ്ധിക്കണം, ഒരു 6 ദിവസമൊക്കെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ അലീനയോട് പറയുമ്പോൾ അലീന അതൊക്കെ തലയാട്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ചൂടുവെള്ളം വേണമെന്ന് പറയും കേട്ടോ ഡോക്ടർ. അപ്പോൾ അലീന താഴെ പോയിട്ട് കൃഷ്ണമോളോട് കുറച്ച് കെറ്റിൽ ചൂടുവെള്ളം ആക്കിയിട്ട് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അലീന അതൊക്കെ കൊണ്ടുവന്ന് ഡോക്ടറുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ട്, ശിവനും മനു കൂടെ സംസാരിക്കുന്നുണ്ട്. വൈജയന്തിയുടെ സ്വഭാവത്തിനെ പറ്റി തന്നെയാണ് കേട്ടോ. വൈജയന്തിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നീട് രോഹിത്തിനെ പരിചരിക്കുന്ന അലീനനെയും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതിക്കുട്ടീനെയും മാമച്ചനെയും ഗ്രേസമ്മേനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയ്ക്കോ മാമച്ചായനോ എന്തോ അസുഖമുണ്ട്. അപ്പോൾ അത് രേവതിക്കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറച്ച് വെച്ചതിൻ്റെ പരിഭവം ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.